നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ ഗോൾ അടിച്ചിട്ട് അത് ആഘോഷിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? എന്നാൽ അത് സംഭവിച്ചെന്നേ. സ്വീഡനും ടുണീഷ്യയും തമ്മിൽ നടന്ന മത്സരത്തിൻ്റെ 7ാമത്തെ മിനിറ്റിലാണ് പെനാൾട്ടി ബോക്സിൻ്റെ എഡ്ജിൽ വെച്ച് ആ റീബൗണ്ട് ബോൾ യാസിൻ അയാരിക്ക് ലഭിക്കുന്നത്. അവനത് അടിച്ചങ്ങ് കയറ്റി വലയിലേക്ക്. സഹതാരങ്ങൾ ഓടിയെത്തുന്നു മിഡ്ഫീൽഡർ പൊതിയാൻ, ആഘോഷിക്കാൻ. പക്ഷെ അവൻ ആഘോഷമില്ല. അവൻ നേരെ ആഘോഷിക്കാതെ പോയിട്ട് പിന്നീട് അവിടെ ഗ്രൗണ്ടിൽ നെറ്റിവെച്ച് ഒരു സാഷ്ടാംഗ പ്രണാമം പോലെ അവൻ നന്ദി പറയുന്നു ദൈവത്തിന്. എന്താ സംഭവിക്കുന്നത്? ഇതിന് പുറകെ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ 2ാമത്തെ ഗോൾ ഇഞ്ചുറി ടൈമിൽ അടിച്ചിട്ട് അവനങ്ങ് നീലിംഗ് നടത്തി ആഘോഷിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. യാസിൻ അയാരിയാണ് താരം. സ്വീഡൻ ടുണീഷ്യയെ 1-5 ഗോളുകൾക്ക് തകർക്കുമ്പോൾ അലക്സാണ്ടർ ഐസക്കും വിക്ടർ ഗ്യോക്കർസും പോലെയുള്ള സൂപ്പർ താരങ്ങൾ ഗോളടിച്ചിട്ടുണ്ട്. എന്നാൽ യാസിൻ അയാരി ഇരട്ട ഗോളുകളാണ് നേടിയത്. എന്തുകൊണ്ട് അവൻ ആഘോഷിച്ചില്ല എന്നതിൻ്റെ പിന്നാമ്പുറ കഥകൾ ചെയ്യുമ്പോഴാണ് നമുക്കത് ലഭിക്കുന്നത്. അവൻ്റെ സ്വന്തം പിതാവിൻ്റെ രാജ്യത്തിനെതിരെയാണ് അവൻ ഗോളടിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവനുമുണ്ട് ടുണീഷ്യൻ സിറ്റിസൺഷിപ്പ്. ടുണീഷ്യ ഒരു ഘട്ടത്തിൽ അവനെ ടീമിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ അവൻ്റെ പിതാവാണ് സ്വീഡൻ വിടണ്ട എന്നുള്ള ഉപദേശം അവന് കൊടുക്കുന്നത്. അവിടെയാണല്ലോ അവൻ ജനിച്ചതും, അവിടെയാണല്ലോ അവൻ്റെ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നടന്നത്. അതുകൊണ്ട് ആ രാജ്യത്തിനായിട്ട് കളിക്കാൻ ഒടുവിൽ അവനങ്ങ് തീരുമാനിച്ചു. ഒടുവിൽ വേൾഡ് കപ്പിൽ ചിരകാല അഭിലാഷം പോലെ ആദ്യ ഗോൾ നേടുമ്പോഴും അവൻ മറക്കുന്നില്ല തൻ്റെ പിതാവിൻ്റെ നാടിനെ, തൻ്റെ നാടിനെ. അവരെതിരെ ഗോളടിച്ചിട്ട് അവനെങ്ങനെ ആഘോഷിക്കാൻ പറ്റും? ഏതായാലും അവൻ്റെ കഥ തീർച്ചയായിട്ടും വലിയ രൂപത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്ന ഒന്നാണ്. യാസിൻ അയാരിയുടെ ഇരട്ട ഗോളുകളും അതുപോലെ മറ്റു സൂപ്പർ താരങ്ങളുടെ ഗോളുകളുമാകുമ്പോൾ ടീം വിജയിച്ച് കയറി. 22 വയസ്സാണ് യാസിൻ അയാരിക്ക്. സ്വീഡൻ്റെ അണ്ടർ-17, അണ്ടർ-19, അണ്ടർ-21 ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുണ്ട്. 2023 മുതൽ സ്വീഡൻ്റെ സീനിയർ ടീമിന് വേണ്ടി കളിക്കുന്നു. 22 അന്താരാഷ്ട്ര മത്സരങ്ങളാണ് അവൻ കളിച്ചിട്ടുള്ളത്. AIKയിലൂടെയാണ് അവൻ്റെ യൂത്ത് കരിയർ വളർന്നു വരുന്നത്. ജനിക്കുന്ന സ്വീഡനിൽ സോൾനയിലാണ് അവൻ ജനിച്ചത്. മിഡ്ഫീൽഡറായിട്ടുള്ള താരത്തിന് ഇപ്പോൾ 22 വയസ്സ്. AIKയിൽ നിന്ന് സീനിയർ കരിയർ അവിടെ ആരംഭിക്കുന്നു. നേരെ ബ്രൈറ്റണിൽ 2023 എത്തുന്നു. പിന്നെ കവൻട്രിക്കും ബ്ലാക്ക്ബേൺ റോവേഴ്സിനുമൊക്കെ ലോണിൽ കളിക്കുന്നു. ബ്രൈറ്റണിൻ്റെ താരമായിട്ട് വേൾഡ് കപ്പിനെത്തുന്നു. വേൾഡ് കപ്പിൽ ഇതാ അവൻ കിടിലൻ തുടക്കം കുറിച്ചിരിക്കുന്നു. ഏതായാലും ഇനിയും നമ്മൾ ഇവനെക്കുറിച്ച് കേൾക്കും എന്ന കാര്യം ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.